ഈ പെണ്ണാണ് കാർ കയറിയിട്ട് സ്വന്തമായിട്ട് ലോക്കാക്കിയിടും. ഇച്ചിരി കഴിഞ്ഞ് ഒരുത്തം ഭാര്യമായിട്ട് വന്ന് നോക്കുമ്പോഴേ അകത്ത് പെണ്ണിരിക്കും. പെട്ടെന്ന് അവൻ ഭാര്യനെ വേറൊരു സാധനം കൂടെ മേടിക്കാമെന്ന് പറഞ്ഞ് നൈസായിട്ട് ഒഴിവാക്കിയിടും. എന്നിട്ട് ഇവനാണ് വണ്ടിക്കകത്ത് കയറി പെണ്ണിനോട് ചൂടാകുമ്പോഴത്തേക്കും അവൾ പറയും ഇന്ന് അവൻ്റെ ഭാര്യയോട് സത്യമെല്ലാം പറയുമെന്ന് പറഞ്ഞിട്ട് വിലങ്ങിൻ്റെ കീ എടുത്തിട്ട് അവളാണ് വീഴും. ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് അവനാണ് കാറിലെ മ്യൂസിക് ഫുൾ ഓളിയും വെച്ചിട്ട് കാർ ലോക്കാക്കി ഇറങ്ങിപ്പോകും. എന്നിട്ടാണ് അവിടെ ഇരിക്കുക നോ പാർക്കിംഗ് ബോർഡ് എടുത്ത് കാറിൻ്റെ ഫ്രണ്ടിലോട്ട് വെക്കും. പിന്നീട് ഭാര്യയായിട്ട് വരുമ്പോഴത്തേക്കും കാർ കാണത്തില്ല. അങ്ങനെ ഇവനാണെങ്കിൽ ഭാര്യനെ നൈസായിട്ട് ഒരു ടാക്സി കയറി വിടും. അന്നേരമാണ് പോലീസ് വന്നിട്ട് അവനോട് കാറിനെ പറ്റി ചോദിക്കുന്നത്. അവൻ ആ കാർ അവൻ്റെ ആണെന്ന് പറയുമ്പോഴത്തേക്കും പറയും അതിൻ്റെ അകത്ത് ഒരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്തോട്ടു. പിന്നീട് അവനാണ് ആ പെണ്ണിനെ ഒന്നും അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കാണെങ്കിൽ ആ പെണ്ണിൻ്റെ ഫോണിൽ നിന്ന് ഇവൻ്റെ ഫോട്ടോ എല്ലാം കണ്ടായിരുന്നു. അങ്ങനെ ഇച്ചിരി കഴിഞ്ഞ് അവൻ്റെ ഭാര്യ അവനെ കാണാൻ വരുമ്പോഴത്തേക്കും ഇവനാണുള്ള സത്യമെല്ലാം പറയും അവളുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ. രണ്ട് ഭാര്യയാണെങ്കിൽ ഇവനെ കൊലപാതക കേസിൽ രക്ഷിക്കാൻ വേണ്ടി വക്കീലിനെ വിളിക്കാൻ തുടങ്ങും. പക്ഷേ ഒരു വക്കീലിനും കിട്ടാത്തതുകൊണ്ട് ഇവള് തന്നെ ഒരു വക്കീലായിരുന്നു. അതുകൊണ്ട് ഇവള് പറയും ഇവള് തന്നെ വാദിക്കുക എന്ന് പറയും. പക്ഷേ ആ നാട്ടിലാണെങ്കിൽ റിലേഷനിലുള്ളവർക്കൊന്നും വാദിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അവർ തൽക്കാലത്തേക്ക് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കും. അവനാണെങ്കിൽ ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴാണ് ട്വിസ്റ്റ് അവൻ്റെ കാമുകി മരിച്ചിട്ടില്ലായിരുന്നു. ഇതെല്ലാം ഇവരുടെ രണ്ടുപേരെയും പ്ലാനായിരുന്നു. അങ്ങനെ അവൻ ചമ്മി പോയി കഴിയുമ്പോഴത്തേക്കിനും ഇവർ തമ്മിൽ ഇങ്ങനെ സെറ്റാകും.